ഓണമൊക്കെ ഇങ്ങെത്തിയില്ലേ, നമുക്കൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കിയാലോ. അതിനെ നേന്ത്രക്കായ തൊലിയൊക്കെ കളഞ്ഞ് ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ചേനയും അതേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക. പിന്നെ 2-3 പച്ചമുളക്, കറിവേപ്പിലൊക്കെ വേണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലേക്ക് ഇട്ടു, ഉപ്പ് ചേർത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത്, കറിവേപ്പിലയും ഒക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. വെന്ത് വരുമ്പോഴത്തേക്ക് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളകോ കാന്താരി മുളകോ ഏതെങ്കിലും ചേർത്ത് അരച്ചെടുക്കുക. വെന്ത കഷ്ണത്തിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുമ്പോൾ അരച്ച അരപ്പും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് കുറുക്കി എടുക്കണ്ടില്ല, അധികം വെള്ളം വേണ്ട. പിന്നെ മോരും കൂടി ഒഴിച്ചു കൊടുക്കുക. തൈരോ മോരോ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പുളിയുള്ളതായാലും നല്ലത്. തിളച്ച് വരുമ്പോഴത്തേക്ക് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ വറുത്തിട്ടു. എല്ലാം കൂടെ എന്താ കുറുക്കി വന്നാൽ നമ്മളെ കുറുക്ക് കാണാൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കുറുകണമെങ്കിൽ കുറുക്കിയെടുക്കാം. പിന്നെ ചട്ടിയിൽ നിന്ന് ഒന്നും കൂടെ കുറുകിക്കോളും. അപ്പോൾ താങ്ക് യു.